ഹലോ മക്കളെ, പ്ലസ് ടു മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഇന്റഗ്രൽസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് മാത്രമല്ല, ഏറ്റവും വലിയ ചാപ്റ്ററുമാണ് ഇന്റഗ്രൽസ്. ഇന്റഗ്രൽസിലെ ഡെഫിനറ്റ് ഇന്റഗ്രൽസ് ഭാഗം എല്ലാവർക്കും അറിയാമായിരിക്കും. അത്യാവശ്യം പഠിക്കാൻ വേണ്ടിയുള്ള അത്യാവശ്യം ബുദ്ധിമുട്ടായ ഭാഗമാണ്. ഈ കാണുന്ന ചാപ്റ്ററിൽ ഡെഫിനറ്റ് ഇന്റഗ്രൽസ് ബുദ്ധിമുട്ടാക്കുന്ന മറ്റാരുമല്ല, പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനറ്റ് ഇന്റഗ്രൽസ്. ഈ കാണുന്നതിന്റെ ഭാഗമാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് ഈ ചാപ്റ്ററിലെ ഡെഫിനറ്റ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ടോപ്പിക് ഡിഫിക്കൽട്ട് ആക്കി മാറ്റുന്നത്. സോ ഓരോ പ്രോപ്പർട്ടീസ് നമ്മൾ അതിഗംഭീരമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോകുന്നു. സോ ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ബോർഡ് എക്സാമിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിലെ ഏത് ചോദ്യം ചോദിച്ചാലും വളരെ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ബോർഡ് എക്സാം മാത്രമല്ല, വരാൻ വേണ്ടി പോകുന്ന സെക്കൻഡ് ടൈം എക്സാമിലെ എല്ലാ ചോദ്യവും അതിഗംഭീരമായിട്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഫസ്റ്റ് വൺ, ഇന്റഗ്രൽ a to b f of x dx it is same as integral a to b f of t dt. എന്താ പറയുന്നത്? വേരിയബിൾ മാറിയതുകൊണ്ട് എനിക്ക് ഇന്റഗ്രലിന്റെ വാല്യൂവിൽ യാതൊരു മാറ്റവും ഇല്ല. മക്കളെ, ഇത് ഒരു വാല്യൂ ആയിരിക്കും. നമ്മൾ എപ്പോഴും ഓർക്കുക, ഡെഫിനറ്റ് ഇന്റഗ്രൽ ചെയ്യുമ്പോൾ ഒരു വാല്യൂ ആണ് ലഭിക്കുക, ഒരു കൃത്യമായ വാല്യൂ കിട്ടും. സോ ലിമിറ്റ് സെയിം ആണ്, വേരിയബിൾ മാത്രം മാറി, ഫംഗ്ഷനും സെയിം ആണ്. ഇവിടെ വേരിയബിൾ എക്സ് ആണ്, ഇവിടുത്തെ വേരിയബിളോ ടി ആണ്. വേരിയബിൾ മാറി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, മനസ്സിലാക്കുക, സെയിം വാല്യൂ ആണ് എല്ലാവർക്കും ലഭിക്കുക. വേരിയബിൾ മാറിയതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഇന്റഗ്രൽ ഞാൻ എഴുതുന്നു സം 1 to 4 സം എക്സ് സ്ക്വയർ ഡി എക്സ്. അതായത് ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, ക്ലാസ് നോട്ട് ചെയ്യുക, അത് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഈ കാണുന്നവന്റെ വാല്യൂ ഞാൻ വേരിയബിൾ മാറ്റി ടിയിലേക്ക് മാറ്റി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ആരാണ്? ടി സ്ക്വയർ. സോ ഇന്റഗ്രൽ 1 to 4 ടി സ്ക്വയർ ഡി ടി, ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ സെയിം ആയിരിക്കും. ഇവിടെ എന്താ മാറ്റം വരുന്നത്? ഫംഗ്ഷൻ രണ്ടും സെയിം ആ, സ്ക്വയറാ. വേരിയബിൾ മാത്രമാണ് മാറിയിരിക്കുന്നത്. ഇവിടുത്തെ വേരിയബിൾ ഏതാ? ഇവിടുത്തെ വേരിയബിൾ എക്സ്, ഇവിടത്തെയോ ഇവിടുത്തെ ടി. സോ വേരിയബിൾ മാറിയതുകൊണ്ട് ഇന്റഗ്രലിന്റെ വാല്യൂവിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് വണ്ണും ഭയങ്കര ഈസിയാണ്. ഞാൻ ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്തു. അതായത് ഇന്റഗ്രൽ എ ടു ബി ഞാൻ എഴുതി ഇന്റഗ്രൽ ബി ടു എ. അങ്ങനെയാണെങ്കിൽ ഒരു നെഗറ്റീവ് വരും. സോ ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് വരും. ഇവിടെ വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇറ്റ് ഇസ് സെയിം ആസ്, ഞാൻ നേരെ ഉൾട്ടയടിച്ചു, ഇന്റഗ്രൽ ബി ടു എ ആക്കി. ആ സമയം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഒരു നെഗറ്റീവ് കയറി വന്നു. സോ ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് വരും. എല്ലാവരും ഓർത്ത് വയ്ക്കാം. കഴിഞ്ഞല്ലോ. അടുത്ത പ്രോപ്പർട്ടി എല്ലാവരും നോക്കാം മക്കളെ. ഞാൻ ലൈൻ വരച്ചു, ഒരു ലൈൻ നമ്മുടെ എഴുതാണ് വൻ സം പോയിന്റ് എ, ഇവൻ സം പോയിന്റ് ബി, ഇവിടുത്തെ ഒരു പോയിന്റ് സി. സോ എ ബി സി ഒക്കെ 3 പോയിന്റ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് ഇത്ര ഭാഗം ഒരു ഇന്റർവെല്, ഇത്ര ഭാഗം രണ്ടാമത്തെ ഇന്റർവെല്. സോ ഇന്റഗ്രൽ ക്ലാസ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, എ ടു ബി എന്ന് പറയുന്നത് ഫുൾ കേട്ടോ, മൊത്തം എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആദ്യം എ ടു സി ചെയ്തു. ഇറ്റ് ഈസ് സെയിം ആസ് ഇന്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് പിന്നെന്താ മക്കളെ, സി ടു ബി ഉണ്ട്, ഇന്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഉത്തരം വരുന്നത്. സോ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ കാണുന്ന പ്രോപ്പർട്ടി 3 മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഈ കാണുന്ന പ്രോപ്പർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ചോദ്യം എക്സാമിന് ചോദിക്കാം. ആ കാണുന്ന ചോദ്യം നമുക്ക് ഡീൽ ചെയ്യാം. എന്നിട്ട് ബാക്കി പ്രോപ്പർട്ടി നോക്കാം. കണ്ടോളൂ, ഇതാണ് കാണുന്ന ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 1 to 4 മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 dx. മോഡുലസിന്റെ ക്വസ്റ്റ്യൻസ് മക്കളെ മനസ്സിലാക്കുക. ഈ അടുത്ത കാലത്ത്, അതായത് ഒരു 3-4 years ആയിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ ഫിസിക്സ് എക്സാമിനേഷൻ അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാവരും ഈ കാണുന്ന ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് എക്സാം ഹാളിൽ പോവാം. ഓക്കെ, എക്സാം ഡിഫിക്കൽട്ട് ആക്കാൻ ടെൻഡൻസി കാണപ്പെടുന്നുണ്ട്. അപ്പൊ ആയതിനാൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട് ചെയ്യുക. പണ്ടത്തെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. സോ ഇന്റഗ്രൽ 1 to 4 മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 dx. എല്ലാവരും ആദ്യമായിട്ട് നോക്കേണ്ടത്, ഞാൻ ട്രിക്ക് വെച്ചാണ് ഈ കാണുന്ന പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇതിനൊരു വേറെ വലിയ മെത്തേഡ് ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ചെറിയ ട്രിക്ക് വെച്ച് നമുക്ക് എന്താണ് വളരെ സുഖമായിട്ട് ഈ കാണുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. ഒറ്റ കാര്യം മാത്രം ഓർക്കാം, ഒറ്റ കാര്യം. മോഡ് എക്സ് എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ് ഈസ് സെയിം ആസ്, ഹോപ്പ് യു ഓൾ നോ, എക്സ്. എപ്പോൾ? ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ആയിരിക്കും. മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0. എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് എക്സ് ആയിരിക്കും മോഡ് എക്സ് എന്ന് പറയുന്നത്. ഇതാണ്
മോഡ് എക്സിന്റെ ഡെഫിനിഷൻ നമ്മൾ 11th ക്ലാസ്സിനകത്ത് പഠിച്ച കാര്യമാണ്. ഇത് മാത്രമാണ് അറിഞ്ഞിരിക്കുന്നത്. ഈ ഡെഫിനിഷൻ പഠിക്കണം കേട്ടോ. ഇനി നോക്കാം മോഡ് ഓഫ് എക്സ് മൈനസ് 2. ഈ കാണുന്ന എക്സ് എന്തായാലാണ് ഇവൻ 0 ആവാം. എനിക്ക് ഇവനെ 0 ആക്കണം. ഉള്ളിൽ 0 വേണം. എക്സ് ആരായാലാണ് ഇവൻ 0 ആവുക? കോമൺ സെൻസ് ആണ്. എക്സ് 2 ആവണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? ഈ കാണുന്ന ഉള്ളിലുള്ള പഹയനുണ്ടല്ലോ എക്സ് മൈനസ് 2, നിങ്ങൾ അവനെ 0 എന്ന് വിളിക്കാം. അങ്ങനെയും മതി. അപ്പൊ എന്ത് കിട്ടും? എക്സ് എന്ന് പറയുന്നത് 2. അതായത് എക്സ് 2 ആയി കഴിഞ്ഞാൽ ഇവൻ 0 ആണ്. ആ കാണുന്ന പോയിന്റ് മനസ്സിലാക്കലാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെയാണെങ്കിൽ ചോദ്യം ക്ലാസ് നോക്കുക. ഇന്റഗ്രൽ സം 2 to 6 മോഡുലസ് ഓഫ് എക്സ് മൈനസ് സം 4 ആണെന്ന് ഇരിക്കാം. എക്സ് മൈനസ് 4 dx. അങ്ങനെയാണെങ്കിൽ എന്താ ആരാവണം? എക്സ് 4 ആകണം. എന്നാലാണെന്ത് ഇവൻ 0 ആവുള്ളൂ. സോ ഇവിടെ ഉള്ള നമ്പർ ഏതാ? 4 ആണ്. അത് തന്നെ വന്നു. എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലെ? ഫസ്റ്റ് പോയിന്റ് ഇതാണ് 2. അപ്പൊ എന്തിനാണ് ഈ കാണുന്ന 2 ഉപയോഗിക്കുന്നത്? എന്തിനാണ്? എവിടെ ഉപയോഗിക്കുന്നു? അതിനുവേണ്ടി മക്കളെ ഇവിടെ ഒരു ഇന്റർവൽ കണ്ടോ? 1 to 4, 1 മുതൽ 4 വരെ. നമ്മൾ ഈ കാണുന്ന ഇന്റർവെലിനെ 2 ആക്കി വേർതിരിക്കാൻ വേണ്ടി പോകുന്നു. 1 മുതൽ 4 വരെ ആണ് ഇന്റർവൽ. ഞാൻ 2 ആക്കി വേർതിരിക്കുന്നു. അപ്പൊ 2 ആക്കുമ്പോൾ ഏതാണ് പോയിന്റ് എടുക്കേണ്ടത്? ഈ കാണുന്ന പോയിന്റ്. ഏത് പോയിന്റിലാണോ എനിക്ക് 0 കിട്ടുക, അതായത് എക്സ് 2 ആകുമ്പോഴാണ് ഇവൻ 0 ആവുക, ആ കാണുന്ന പോയിന്റ് വേണം എല്ലാവരും എടുക്കാൻ. സോ എക്സ് 2 എടുത്തു. എക്സ് 2 2 ഇന്റർവലാക്കി മാറ്റി. ഒന്നാമത്തെ ഇന്റർവൽ ഏതാണ്? 1 മുതൽ 2 വരെ. രണ്ടാമത്തെ ഇന്റർവൽ മക്കളെ 2 മുതൽ 4 വരെ. സോ നമുക്ക് 2 ഇന്റർവൽ കിട്ടി. ഒന്ന് 1 മുതൽ 2 വരെ, മറ്റൊന്ന് 2 മുതൽ 4 വരെ. സോ ഇന്റഗ്രൽ 1 to 2 മോഡ് ഓഫ് എക്സ് മൈനസ് 2 പ്ലസ് ഇന്റഗ്രൽ 2 to 4 മോഡ് ഓഫ് എക്സ് മൈനസ് 2 dx. അപ്പോൾ ഇനി 1 to 2 എന്ന് പറയുന്ന ഒരു ഇന്റർവൽ. ആ കാണുന്ന ഇന്റർവെല്ലിലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാം. അതായത് 1ന്റെയും 2ന്റെയും ഇടയിൽ വരുന്ന ഇഷ്ടമുള്ള പോയിന്റ്. ഫോർ എക്സാമ്പിൾ 0.5. ഞാൻ 0.5 എടുത്തു. നിങ്ങൾക്കറിയാമോ? സോറി 1.5 എടുത്തു. 0.5 അല്ല 1.5. 1.5 എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. 1ന്റെയും 2ന്റെയും ഇടയിലൊരു പോയിന്റ് ആണ്. 1.5 നിങ്ങൾ എക്സിന് കൊടുക്കാം. 1.5 1.5 മൈനസ് 2 അത് ലെസ് ദാൻ 0 ആണോ, നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ? അത് മാത്രം ആലോചിക്കാം. സോ 1.2 എന്ന് പറയുമ്പോൾ 1.5 കൊടുക്കുമ്പോൾ 1.5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആണെന്ന് അറിയാം. നെഗറ്റീവ് ആണെങ്കിൽ മക്കളെ ഒന്നും ആലോചിക്കണ്ട, ഒരു നെഗറ്റീവ് ചിഹ്നം ഇടുക. അത് നെഗറ്റീവ് ഇട്ടു. നെഗറ്റീവ് ആണെന്ന് വേണം, ഒരു നെഗറ്റീവ് ചിഹ്നം ഇട്ടു. എക്സ് മൈനസ് 2 dx പ്ലസ് അടുത്ത് 2 മുതൽ 4 വരെ. 2ന്റെയും 4ന്റെയും ഇടയിലെ ഇഷ്ടമുള്ള കൊടുത്തോ. ഫോർ എക്സാമ്പിൾ 3 എടുത്തു. 3 എക്സിന് 3 എടുത്തു. 3 മൈനസ് 2 1 ആണ്. നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതി? നമ്മളിത് അവിടെ പോസിറ്റീവ് എഴുതി. പോസിറ്റീവ് എക്സ് മൈനസ് 2. അതായത് മോഡുലസ് ഒഴിവാക്കാനുള്ള എളുപ്പ വഴിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇന്റർവെൽ എടുക്കുക, ഇന്റർവെലിനകത്ത് ഇഷ്ടമുള്ള പോയിന്റ് കൊടുക്കുക. പോയിന്റ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ കിട്ടുന്നത് നെഗറ്റീവ് ഇടുക. പോയിന്റ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആണെങ്കിലോ പോസിറ്റീവ് ഇടാം. ഇനി പോസിറ്റീവ് ഇട്ടുകൊണ്ട് വലിയ മാറ്റമൊന്നും വരുന്നില്ല. ആയതിനാൽ എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഈ കാണുന്ന പോസിറ്റീവ് ഒഴിവാക്കും. പ്രശ്നമല്ല കേട്ടോ. നോ ഇഷ്യൂസ് അറ്റ് ഓൾ. ഇതാണ് സംഭവം. നിങ്ങൾ നെഗറ്റീവിനെ ഉള്ളിലേക്ക് എടുക്കും. സോ നെഗറ്റീവ് ഉള്ളിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ടേം പോസിറ്റീവായി മാറും, പോസിറ്റീവ് നെഗറ്റീവായിട്ട് മാറും. സോ ഹി വിൽ ബിക്കം 2 minus x. സോ ഇന്റഗ്രൽ 1 to 2 minus x dx പ്ലസ് ഇന്റഗ്രൽ 2 to 4 x minus 2 dx. അവിടെ മാറ്റില്ല കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? 1 ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഇന്റഗ്രൽ 2ന്റെ ഇന്റഗ്രൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് 2x ആണ് ആവുക. 2x മൈനസ് എക്സിന്റെ ഇന്റഗ്രലോ x square by 2 within limit 1 to 2 പ്ലസ് ഇവിടെ എല്ലാവരും നോക്കാം. എക്സിന്റെ ഇന്റഗ്രൽ x square by 2 മൈനസ് 2ന്റെ ഇന്റഗ്രൽ 2x വിത്ത് ലിമിറ്റ് 2 to 4. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രം മറ്റൊന്നുമല്ല, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് 4 ആണ്, സോ 2 ആണ്. ലോവർ ലിമിറ്റ് 1 ആണ്. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എക്സിന് പകരം എന്താണ്? എല്ലാവരും 2 കൊടുക്കുക. ഓടിപ്പോയി എന്താ? ഓരോ എക്സിന് പകരം എല്ലാവരും 2 കൊടുക്കുക. സോ 2 into 2 മൈനസ് 2 square by 2. അങ്ങനെ അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് ആരാണ്? ലോവർ ലിമിറ്റ് 1 ആണ്. എക്സിന് പകരം 1 കൊടുത്തു. സോ 2 into 1
മൈനസ് 1 സ്ക്വയർ ബൈ 2. അങ്ങനെ ഇയാളുടെ പരിപാടി കഴിഞ്ഞു. ദി സ്റ്റോറി ഈസ് നോട്ട് എറ്റ് ഓവർ. ഇവനും ബാക്കിയുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് 4 ആണ്, ലോവർ ലിമിറ്റ് 2 ആണ്. സോ അപ്പർ ലിമിറ്റ് ആയ 4 നമ്മൾ ഓരോ എക്സിലേക്കും കൊടുത്തു. സോ ഹി വിൽ ബിക്കം 4 സ്ക്വയർ ബൈ 2 മൈനസ് 2 into 4. ഇതാണ് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റോ 2 ആണെന്നറിയാം. 2 സ്ക്വയർ ബൈ 2 മൈനസ് 2 into 2. ഇതാണ് ലഭിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് എല്ലാവരും ഒന്ന് കൂട്ടി നോക്കാം. നോക്കാം കേട്ടോ. സോ ഇത് 4, ഒരു 2 വെട്ടിപ്പോയി. ഇപ്പൊ 4 മൈനസ് 2 2 കിട്ടി. ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് ഇട്ടു. ഇത് 2 മൈനസ് 1/2. 2 മൈനസ് 1/2 ഇറ്റ് സെയിം ആസ് 3/2. എല്ലാവരും ചെയ്ത് നോക്കട്ടോ. 1.5 ആണ്, 3/2 ആണ്. അടുത്ത് ഇവിടെ വരുമ്പോൾ 4 സ്ക്വയർ 16, 16/2 8, 8 മൈനസ് 8 0. ഇനി ഇവിടെ വരുമ്പോൾ ഒരു 2ഉം 2ഉം പോയി. 2 മൈനസ് 4 നിങ്ങൾക്കറിയാം, അത് -2 ആണ്. 2 മൈനസ് 4 -2, മൈനസ് മൈനസ് പ്ലസ് ആയി മാറി +2. സോ 2 + 2 4, 4 മൈനസ് 3/2. ഇറ്റ് ഇസ് സെയിം ആസ് 8 മൈനസ് 5. സോ 8 മൈനസ് 3 5/2. ഇതാണ് ആൻസർ. സോ ഇങ്ങനെ നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. വളരെ 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 സുഖമായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ചോദ്യമാണ്. ഇവിടുത്തെ കാൽക്കുലേഷൻ എല്ലാവരും ശ്രദ്ധിക്കണം. ക്ഷമാപൂർവ്വം ഇരുന്ന് ചെയ്യാം. ക്ഷമ വേണം. ക്ഷമ വേണ്ട. വെറുതെ ഇരുന്നതാണ് കൂട്ടിയും കുറച്ച് കളിക്കാൻ പാടില്ല. കൃത്യമായിട്ട് ക്ഷമാപൂർവ്വം ഇരുന്ന് എല്ലാവരും ചെയ്യുക. ഞാൻ ചെയ്തതിൽ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ചെയ്തു നോക്കൂട്ടോ കേട്ടോ. നമ്മൾ നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യന് മുമ്പ് പ്രോപ്പർട്ടി, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ബോർഡ് എക്സാമിന്റെ സ്ഥിരം സാന്നിധ്യം. നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന പരീക്ഷയിൽ ഏറ്റവും അധികം ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനിതാ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ഗംഭീരമായ പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്നു. ഇന്റഗ്രൽ 0 to a f of x dx ഉം ഇന്റഗ്രൽ a to b f of x dx ഉം രണ്ടും എന്താണ്? ഒരു കുടക്കീഴിൽ ഉള്ള ആൾക്കാരാണ്. ആദ്യം ഇവനെ നോക്കാം. ഇന്റഗ്രൽ a to b f of x dx പറയുന്നത് ഇറ്റ് ഇസ് സെയിം ആസ് ഇന്റഗ്രൽ a to b f of a plus b minus x dx. a plus b minus x which means lower limit plus upper limit minus x. അതാണ് നോക്കിയോടെ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. കണ്ടോ? എഫ് ഓഫ് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരും, എപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടത്? എനിക്ക് പ്രോപ്പർട്ടീസ് അറിയാം, പക്ഷെ ഏത് പ്രോപ്പർട്ടി എപ്പോൾ വേണമെന്ന് അറിയില്ല. കേട്ടോളൂ. നിങ്ങൾ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ആഡ് ചെയ്യുമ്പോൾ വല്ല π/2 പയ്യ 2π. അതായത് നല്ല നല്ല ലിമിറ്റുകൾ, ഇങ്ങനത്തെ ലിമിറ്റുകൾ കിട്ടുകയാണ്. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ ഒന്നും ആലോചിക്കണ്ട, നിങ്ങളുടെ ഈ കാണുന്ന പ്രോപ്പർട്ടി വെച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഇതേപോലുള്ള ചോദ്യമാണിത് ഇവിടെ. കണ്ടോ? ഒന്നോ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. യെസ്, കണ്ടോ? ഈ കാണുന്ന ക്വസ്റ്റ്യൻ നമ്മൾ മാറ്റും, പേടിക്കുന്ന മാറ്റും. എന്നാൽ തന്നെ നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പക്ക ഇപ്പോൾ തന്നെ പറഞ്ഞാണ്. ലോവർ ലിമിറ്റ് π/6 പ്ലസ് അപ്പർ ലിമിറ്റ് π/3, π/6 പ്ലസ് π/3 π/2, π/2 വന്നു. ഇപ്പോൾ തന്നെ പറഞ്ഞ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. ഒന്നും ആലോചിക്കണ്ട, ചെയ്യണം. നോ ഡൗട്ട് ഇറ്റ്, നോ ഡൗട്ട്. നമുക്കെന്നാ ഇത് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ഞാനെന്താ ഇവനെ ഐ എന്ന് പറഞ്ഞ് വിളിച്ചു. ശരി, നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾക്ക് ഒരിക്കലും എന്താണ് റൂട്ട് ടാൻ എക്സ് ഇഷ്ടമല്ല. തോന്നുന്നു പറയട്ടെ, എനിക്ക് വെറുപ്പാണ്. സൈനും കോസുമാണ് എക്കാലവും നമ്മുടെ പ്രിയം. ഞാൻ എന്ത് റൂട്ട് ടാൻ എക്സിനെ സൈനിന്റെയും കോസിന്റെയും ടേംസിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. സോ ഐ ഈക്വൽ ടു ഇന്റഗ്രൽ π/6 to π/3 dx ഡിവൈഡഡ് ബൈ 1 പ്ലസ് റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ്. ഇതാണല്ലോ റൂട്ട് ടാൻ എക്സ്. ഞാൻ നേരെ LCM ക്രോസ് ചെയ്തു. സോ 1 into root cos x root cos x. അതായത് ഇന്റഗ്രൽ π/6 to π/3 dx divided by 1 into root cos x plus
1 into root sin x whole divided by താഴെയുള്ളവർ മൾട്ടിപ്ലൈ ചെയ്യുക 1 root cos x. ഈ കാണുന്ന താഴെയുള്ളവൻ നേരെ മേലെ പോയി. ഇതെല്ലാവരും ഓർത്തിരിക്കണം. നമുക്കിത് റെസിപ്രോക്കൽ മേലെ പോകുന്നൊക്കെയാണ് അതിനുള്ളത്. ഇവൻ എന്താണ് നേരെ മേലെ പോട്ടോ. സോ അവിടെ റൂട്ട് കോസ് എക്സ് നേരെ ഞാൻ മേലെ എഴുതി. ഇതാണ് നമ്മുടെ ഐ. നിങ്ങൾ ആലോചിക്കാം, എ പ്ലസ് ബി എന്ന് പറയുന്നത് അത് π/2 ആണ്. കാരണം π/6 എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അത് π/6 പ്ലസ് π/3 ആണ്. ഇറ്റ് ഈസ് സെയിം ആസ് π/2. ഇതാണ് എ പ്ലസ് ബി. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം അതല്ല, എ പ്ലസ് ബി മൈനസ് എക്സ് എന്താണ്? അതല്ല ആവശ്യം. ഓക്കെ, എഫ് ഓഫ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് സെയിം ആസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ്. എക്സിന്റെ പകരം ആരാണ്? എ പ്ലസ് ബി മൈനസ് എക്സ്. ക്ലാസ് നോട്ട് ചെയ്യാം. എക്സിന് പകരം എ പ്ലസ് ബി മൈനസ് എക്സ്. സോ ഓടിപ്പ് എഴുതുമ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എ പ്ലസ് ബി മൈനസ് എക്സ് ആരാണെന്ന്. അതാരായിരിക്കും? π/2 മൈനസ് എക്സ്. ഇവിടെ ഒരു മൈനസ് എക്സ് കൊടുത്തു, ഇവിടെയും കൊടുത്തു മൈനസ് എക്സ് ആണ് സംഭവം. മക്കളെ, അപ്പൊ ആ കാണുന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇന്റഗ്രൽ 0 π/6 to π/3 റൂട്ട് ഓഫ് എക്സിന് പകരം എ പ്ലസ് ബി. സോ നിങ്ങൾ എവിടെ എക്സ് കണ്ടാലും ആ കാണുന്ന എക്സിന് പകരം എ പ്ലസ് ബി മൈനസ് എക്സ്, അതായത് π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഡി എക്സ്. എക്സിന് പകരം എ പ്ലസ് ബി മൈനസ് എക്സ്, എക്സിന് പകരം എ പ്ലസ് ബി മൈനസ് എക്സ്. സോ റൂട്ട് ഓഫ് കോസ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറയുന്നത് π/2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് π/2 മൈനസ് എക്സ് plus root of sin π/2 minus x dx. So root cos π/2 minus x. Cos π/2 minus x, it is same as sin x. So I equal to integral π/6 to π/3 root to sin x divided by cos π/2 minus x sin x root to sin x plus sin π/2 minus x, it is same as cos x dx. Okay, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക. sin π/2 minus x plus 1 നോട്ട് കേട്ടോ. sin π/2 minus x, it is same as cos x, and cos π/2 minus x, it is same as sin x. ഹോൾ ക്ലാസ് ഇത് നോട്ട് ചെയ്യണം, കാരണം ഈ കാണുന്ന ഫോർമുലാസ് അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇവനെ 2 എന്ന് പറഞ്ഞു വിളിച്ചു, വികാരം 1 എന്ന്. ഇന്ന് ഓർത്തിരിക്കാം. ഫോർത്ത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ്, അതായത് ഇവൻ, അതാണ് 1. ഫോർത്ത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള സ്റ്റെപ്പ്, അതാണ് ഇവൻ, അത് 2. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. നമ്മൾ നേരത്തെ തന്നെ 1 + 2 ചെയ്തു. 1 + 2. സോ ഇടതുഭാഗം നമ്മൾ ആഡ് ചെയ്തു. സോ ഇടതുഭാഗം രണ്ടും i ആണ്. i + i2i ഈക്വൽ ടു വലതുഭാഗം നമ്മൾ ആഡ് ചെയ്തു. നോക്കുമ്പോൾ രണ്ടിന്റെയും ലിമിറ്റ് സെയിമാ, π/6 to π/3, π/6 to π/3. സോ ഒറ്റ ലിമിറ്റിൽ ഞാൻ എഴുതി π/6 to π/3. ആദ്യം ഇതിന്റെ ഇന്റഗ്രലിന്റെ സംഭവം ദേ റൂട്ട് കോസ് എക്സ് പ്ലസ് ഇയാൾ എഴുതി കോപ്പി ആർച്ച് കേട്ടോ. അതെ ഡി എക്സ് ഒഴിവാക്കി, കാരണം നമുക്കൊന്ന് കോമൺ ആയിട്ട് ഡി എക്സ് എഴുതാം. അടുത്തത് ഇവൻ എഴുതി. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ നിമിഷം. വേറെ ഒന്നുമല്ല, ഇവന്മാരെ ആഡ് ചെയ്യാനാണ് ആവശ്യം. ഞാൻ ആഡ് ചെയ്തു, അതിന് ഡി എക്സും എഴുതി. രണ്ടിന്റെയും ഡിനോമിനേറ്റർ എന്താ? സെയിമാ, റൂട്ട് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, റൂട്ട് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഉള്ളത് റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്, അതായത് സെയിം ആണ്. സോ ഒറ്റാളെ മാത്രം എഴുതിയാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. സോ 2i എന്ന് പറയുന്നത് ഇന്റഗ്രൽ π/6 to π/3. താഴെ ഒറ്റാൾ മതി,
റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്. ഞാൻ നമ്മുടെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്തു. അപ്പം എന്ത് കിട്ടി? റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ്. സെയിം തന്നെ, മാറ്റമൊന്നുമില്ല. മേലെയും താഴെ നമുക്ക് എന്താ മക്കളെ? റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് ഞാൻ ക്യാൻസൽ ചെയ്തു. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 2i ഈക്വൽ ടു ഇന്റഗ്രൽ π/6 to π/3 dx. ഇന്റഗ്രൽ dx എല്ലാവർക്കും അറിയാം x ആണെന്ന്. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 2i ഈക്വൽ ടു ഇന്റഗ്രൽ π/6 to π/3. ഓ സോറി, പറഞ്ഞല്ലോ അല്ലേ? x with limit π/6 to π/3. upper limit minus lower limit. upper limit π/3 ആണ്. so π/3 minus π/6. it is same as LCM എടുക്കാം. so yeah, we get π/6. 2i equal to π/6 which implies i equal to π/12. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ. ആൻസർ വളരെ സുഖമായിട്ട് നിൽക്കുന്നതാണ്. ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ഇപ്പോൾ നമ്മൾ ആൻസർ ചെയ്തത്. ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ അടുത്ത പ്രോപ്പർട്ടിക്ക് പോകുന്നു. ശ്രദ്ധിക്കണം എല്ലാവരും തന്നെ, ഹൈലി ഹെവിലി ഇമ്പോർട്ടൻറ്റ്. ഇന്റഗ്രൽ 0 to a. നിങ്ങൾക്കിനി ഏത് ചോദ്യത്തിലും 0 ആണെങ്കിൽ 0 to some a, 0 to b, 0 to π/2, 0 to π, അങ്ങനെ എന്തു വന്നാലും ഈ പ്രോപ്പർട്ടി ഇത്ര മാത്രമേ ഉള്ളൂ. എക്സിന് പകരം a-x. ഓരോ എക്സിന് പകരം എന്ത് വേണം? a-x വേണം. ചോദ്യം ഇങ്ങനെയാണ് എക്സാമിന് ഉണ്ടാവുക. ഫേവറേറ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ്. ഇന്റഗ്രൽ 0 to a കണ്ടോ? 0 to a കണ്ടു. അപ്പോൾ തന്നെ മനസ്സിലായി, ഓക്കെ a-x വേണം അല്ലേ? ഇവിടുത്തെ ആരാ? a എന്ന് പറയുന്നത് π/2. സോ a എന്ന് പറയുന്നത് π/2 ആണ്. അങ്ങനെയാണെങ്കിൽ a-x മക്കളെ അത് π/2 - x. സോ ഇതിനകത്തുള്ള ഓരോ എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ എക്സിന് പകരവും π/2 - x കൊടുക്കണം. സോ i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 സൈൻ എക്സിന് പകരം π/2 - x ഡിവൈഡഡ് ബൈ സൈൻ π/2 - x പ്ലസ് കോസ് π/2 - x dx. തൊട്ട് മുമ്പ് പഠിച്ച പോലെ തന്നെ സൈൻ π/2 - x കോസ് എക്സ് ആണ്, കോസ് π/2 - x സൈൻ എക്സ് ആണ്. മാറ്റി എഴുതുക. സോ i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 സൈൻ π/2 - x കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ π/2 - x കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് dx. ഫോർത്ത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പത്തെ സ്റ്റെപ്പ് 1, അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള സ്റ്റെപ്പ് 2, തമ്മിൽ ആഡ് ചെയ്യുക 1 + 2. ഇടത് ഭാഗം ഐയും i + i2i. ഓക്കെ ഈക്വൽ ടു RHS ലിമിറ്റ് സെയിം 0 to π/2. ഇവന്മാർ തമ്മിൽ ആഡ് ചെയ്യുക. ഒരു കാര്യം ഞാൻ നേരെ ചെയ്യാൻ വേണ്ടി പോകുന്നു കേട്ടോ. താഴെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, ഇവിടെയുമോ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. സോ ഡിനോമിനേറ്റർ സെയിം ആണ്, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് തന്നെയാണ്. ക്യാൻസൽ ആയിപ്പോയി, യുനോ. എന്ത് കിട്ടി? ഇന്റഗ്രൽ dx കിട്ടി. സോ 2i ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 dx. dx എന്ന് പറയുന്നത് ആരാണ്? അത് x ആണെന്ന് അറിയാം. വിത്ത് ലിമിറ്റ് 0 to π/2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് π/2 - 0. ഇറ്റ് ഈസ് സെയിം ആസ് π/2. അതായത് 2i ഈക്വൽ ടു π/2 ഇംപ്ലൈസ് i ഈക്വൽ ടു π/4. വളരെ വളരെ സുഖമായിട്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഈ ടൈപ്പ് ചോദ്യമാണ് എക്സാമിന് ഉണ്ടാവുക. ഇനി ചിലപ്പോൾ ചോദ്യത്തിന്റെ ഒരു ചെറിയ മുദ്ര മാറും. അതായത് പവറിന് 5 വരാം, എല്ലായിടത്തും 5 വരാം, അതല്ലെങ്കിലോ റൂട്ട് വരാം. എന്തു വന്നാലും ഇപ്പോൾ നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു പണ്ട് എക്സാമിന്. പവർ 4 വന്നു. ഒരു ദയും ദാക്ഷിണ്യം വേണ്ട, ഇത്ര നേരം നമ്മൾ എന്താണോ ചെയ്തത് എക്സിന് പകരം π/2 - x. സോ സൈൻ റേസ് ടു 4 π/2 - x. ഇറ്റ് ഈസ് സെയിം ആസ് കോസ് റേസ് ടു 4x. അതേ ലോജിക്കൽ, അതേപോലെ ഒരു മാറ്റവുമില്ലാതെ എല്ലാവരും ചെയ്യുക. നിങ്ങൾക്ക് ഇവന്റെ ആൻസർ ലഭിക്കുന്നതാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ക്വസ്റ്റ്യൻ വന്നു. വീണ്ടും വന്നു ഇന്റഗ്രൽ 0 to a. ഇവനായിരുന്നു 2024 എക്സാമിന്റെ ചോദ്യം. 0 to a കണ്ട പാട് എന്ത് ചെയ്യണം? നമുക്കറിയാവുന്ന a - x, എക്സിന് പകരം a-x. So i equal to 0 to π/4 log 1 plus tan. മക്കളെ എക്സ് ഇവിടെയുണ്ട്,
എക്സിന് പകരം a minus x, which means pi by 4 minus x. ഇത് tan of a minus b ആണ്. tan of x minus y ആണ്. tan of x minus y എന്ന് പറയുന്നത് tan x minus tan y divided by 1 plus tan x tan y. So integral 0 to pi by 4 log 1 plus tan pi by 4 minus tan x divided by 1 plus tan pi by 4 tan x dx. Tan pi by 4 എല്ലാവർക്കും അറിയാം 1 ആണ്. So tan pi by 4 equal to 1. എല്ലാ tan pi by 4 പോലെ 1 കൊടുക്കാം. So I equal to integral 0 to pi by 4 log 1 plus tan pi by 4 1 ആണ് 1 minus tan x divided by 1 plus tan x നിങ്ങൾക്ക് ലഭിക്കും dx. കണ്ടപാടെ മനസ്സിലാവുന്നൂടെ LCM എടുക്കണം, വേറെ നിവർത്തിയൊന്നുമില്ല, നേരെ ക്രോസ് ചെയ്യാം. So 1 into 1 plus tan x, it is same as 1 plus tan x. So integral 0 to pi by 4 log 1 plus tan x plus 1 into 1 minus tan x. So 1 minus tan x divided by 1 plus tan x dx. ഇതാ പ്ലസ് tan x മൈനസ് tan x പോയി, ബാക്കി എന്തുണ്ട് 1 plus 1, it is same as 2. ആ 2 ആണെന്ന് എല്ലാവർക്കും അറിയാം. So I equal to integral 0 to pi by 4 log 2 divided by 1 plus tan x dx. ഇത് ആലോചിക്കുമ്പോൾ log a by b ഫോർമാറ്റ്. log a by b എന്താ log a by b? log a by b എന്ന് പറഞ്ഞാൽ അത് log a minus log b ആണ്. So it is same as integral 0 to pi by 4 log a എന്ന് പറഞ്ഞാലാണ് അത് 2 ആണ്, log 2 minus log 1 plus tan x dx. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. somewhere I have seen him. എവിടെയാ? log 1 plus tan x. ക്വസ്റ്റ്യനാ. ഞാൻ എന്ത് ചെയ്തു? ഞാൻ നമ്മുടെ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ടേമിലേയും കൊടുത്തു. സോ I equal to, ഗൈസ് ഇതാണ് ക്വസ്റ്റ്യൻ, I equal to integral 0 to pi by 4 log 2 dx minus integral 0 to pi by 4 log 1 plus tan x dx. ഈ കിടക്കുന്ന ഇന്റഗ്രൽ 0 to pi by 4 log 1 plus tan x മറ്റാരുമല്ല, അത് I ആണെന്നറിയാം. സോ I equal to log 2 കോൺസ്റ്റന്റ് പുറത്ത് എഴുതി log 2 times integral 0 to pi by 4 dx മൈനസ് അടുത്ത ആൾ I. ഈ മൈനസ് ഐ ഇപ്പുറം വന്നു, അത് പ്ലസ് ഐ ആയിട്ട് മാറി. I plus I 2i 2i equal to log 2 integral dx. അത് x ആണെന്ന് അറിയാം, x within limit 0 to pi by 4. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. എന്താ അപ്പർ ലിമിറ്റ് pi by 4 ആണ്. ഓടിപ്പോയി എല്ലാവരും എക്സിന് പകരം pi by 4 കൊടുക്കാം. സോ 2i equal to log 2 into pi by 4 minus 0, it is pi by 4. അഥവാ pi by 4 log 2 എന്ന് കിട്ടും. ഇതാണ് 2i. ഈ കാണുന്ന 2 ഇപ്പുറം പോയി കഴിഞ്ഞാൽ അത് I equal to pi by 8 log 2. ഇതായിരുന്നു 2024 ബോർഡ് എക്സാം ചോദ്യം. വളരെ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഈ കാണുന്ന ചോദ്യത്തിന്റെ മാർക്ക് എൻ്റെ ഓർമ്മ 4 മാർക്കായിരുന്നു. ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നു. 1 മാർക്ക് ചോദ്യം. 1 മാർക്ക് സ്ഥിരം സാന്നിധ്യമാണ് 1 മാർക്കിന്റെ. ഇന്റഗ്രൽ 0 to 1 x into 1 minus x whole raised to 9. ഗൈസ് വീണ്ടും 0 to a. 0 to a കണ്ടു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കേണ്ട a minus x. പക്ഷെ ഇതുണ്ടല്ലോ, ഇത് പലതും തോന്നും. വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ബൈനോമിയൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈനോമിയൽ എനിക്കറിയാം, എക്സ്പാൻഡ് ചെയ്യാം, കണ്ടുപിടിക്കുക. തെറ്റാണ്ടാ, ചെയ്യാൻ പാടില്ല. തെറ്റല്ല, അത് ഇൻ ദ സെൻസ് ചെയ്യാൻ എളുപ്പമല്ല. 0 to 1 കണ്ടാൽ ഓൺ സ്പോട്ട് എന്ത് ചെയ്യുക, a minus x ചെയ്യാം. സോ എവിടെയാണോ എക്സ് വരുന്നത് ആ കാണുന്ന കംപ്ലീറ്റ് എക്സിന് പകരം എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യണം, a minus x. സോ ഇറ്റ് ഇസ് സെയിം ആസ് ഇന്റഗ്രൽ 0 to 1 എക്സിന് പകരം a minus x കേട്ടോ.
1 മൈനസ് എക്സ്. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ 1 ആണ് കേട്ടോ. 1 മൈനസ് എക്സ്. അടുത്ത് 1 മൈനസ് മൈനസ് എഴുതി. എക്സിന് പകരം 1 മൈനസ് എക്സ്. 1 മൈനസ് എക്സ്. ഇവിടെ ഈ കാണുന്ന ബ്രാക്കറ്റ് ഇടാൻ വേണ്ടി ഭൂരിഭാഗം പേരും മറക്കും. പക്ഷെ ഇടണം. എന്തുകൊണ്ടാ? നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും എല്ലാവരും ബ്രാക്കറ്റ് ഇട്ടിരിക്കണം. സോ ഐ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 മൈനസ് എക്സ് ഇൻറ്റു നെഗറ്റീവിനുള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവായി മാറും. പോസിറ്റീവ് നെഗറ്റീവായി മാറും. ഞാൻ ഇതിൽ പവർ എഴുതാൻ മറന്നു. പവർ 9 ഉണ്ട് കേട്ടോ. സോ 1 മൈനസ് 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു 9 dx. 1 മൈനസ് 1 ഇറ്റ് ഇസ് 0. സോ 0 പ്ലസ് എക്സ് ആണ്. എക്സ് റേസ് ടു 9. സോ ഇന്റഗ്രൽ 0 to 1 മൈനസ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 9 dx. എക്സ് റേസ് ടു 9 നമ്മൾ ഓരോന്നിൻ്റെയും ഉള്ളിലേക്ക് എടുത്തു. സോ ഇന്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു 9 മൈനസ് എക്സ് റേസ് ടു 10 dx കിട്ടി. അതായത് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 9 അത് എക്സ് റേസ് ടു 9 കേട്ടോ. എക്സ് റേസ് ടു 9 ഇന്റഗ്രൽ നമുക്കറിയാം എക്സ് റേസ് ടു 10 ഡിവൈഡഡ് ബൈ 10. എക്സ് റേസ് ടു 11 ഡിവൈഡഡ് ബൈ 11 വിത്ത് ലിമിറ്റ് 0 to 1. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് 1 ആണ്. ഓടിപ്പോയിട്ട് എല്ലാവരും എക്സിന് 1 കൊടുക്കുക. സോ എന്ത് കിട്ടും? 1/10 മൈനസ് 1/11. ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം 0 കൊടുക്കുന്നില്ല കേട്ടോ. വൈൻഡപ്പ് ചെയ്തു. LCM എടുത്തു. സോ 11 മൈനസ് 10 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 11 ഇറ്റ് ഇസ് സെയിം ആസ് 1 ഡിവൈഡഡ് ബൈ 110. ഓപ്ഷൻ ഉണ്ടോ നോക്കാട്ടോ. ഭാഗ്യം ഉണ്ട് അല്ലേ. 1 ഡിവൈഡഡ് ബൈ 110. ഓപ്ഷൻ 4 ആണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഞാൻ നേരെ പോകുന്നു നമ്മുടെ അവസാനത്തെ 2 പ്രോപ്പർട്ടീസ്. ഇതിലെ നിങ്ങൾ പഠിക്കേണ്ടത് ഇവനെയും പഠിക്കാം ഇവനെയും പഠിക്കാം. ഇതാണ് ആവശ്യം. ഇൻ ദ സെൻസ് ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യനാണ്. 1 മാർക്കാണ് എപ്പോഴും. അതായത് നിങ്ങൾക്ക് ഇനി ഇന്റഗ്രൽ മൈനസ് 8 to a കണ്ടു. ഫോർ എക്സാമ്പിൾ മൈനസ് π/2 to π/2 മൈനസ് π to π എഫ് ഓഫ് എക്സ് dx. അങ്ങനെയാണെങ്കിൽ എക്കാലവും ഓർക്കുക, ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. ചോദിക്കും എന്താണ് ഓഡ് ഫംഗ്ഷൻ? എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഓഡ് ഫംഗ്ഷൻ ആണെന്ന്. ആൻഡ് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റും അതൊരു ഈവൻ ഫംഗ്ഷൻ ആണെന്ന്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഞാൻ എടുത്തു മക്കളെ x². ഇത് ഓഡ് ആണോ ഈവൻ ആണോ നോക്കാം. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? എഫ് ഓഫ് മൈനസ് എക്സ് കാണാം. എഫ് ഓഫ് മൈനസ് എക്സ് മീൻസ് എവിടെയാണോ എക്സ് വരുന്നത് ആ കാണുന്ന എക്സിന് പകരം മൈനസ് എക്സ്. സോ ഇവിടെ എക്സ് ഉണ്ട്, ഈ കാണുന്ന എക്സിന് പകരം മൈനസ് എക്സ് കൊടുത്തു. മൈനസ് എക്സ് സ്ക്വയർ. മൈനസ് എക്സിന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് വിച്ച് മീൻസ് x² ആണ്. x² തന്നെയാണ് നമുക്ക് എന്ത് പറയുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട എഫ് ഓഫ് എക്സ് പറഞ്ഞ ആരാണ്? അത് x² തന്നെയാണ്. സോ ഇറ്റ് സെയിം ആസ് എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് മൈനസ് എക്സ് ആരെ കിട്ടി? എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച മക്കളെ ഇറ്റ് ഇസ് സെയിം ആസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇറ്റ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. സോ അങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ നോക്കുന്നത്. എല്ലാവരും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ പരിശോധിക്കാം കേട്ടാ. അപ്പോൾ ഓഡ് ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ വാല്യൂ 0, ഈവൻ ആണെങ്കിൽ ട്വൈസ് ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് dx എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ഈ കാണുന്ന മൈനസ് മാറി അത് 0 ആയിട്ട് വരും. ഒരു 2 കൂടി എക്സ്ട്രാ വരും. ഇതാണ് ഓർത്തെടുക്കേണ്ടത്. സോ ഈ കാണുന്ന ചോദ്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് മക്കൾ എക്സാം ചോദ്യം. ഇതൊരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന്റെ -a to a ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം 0 ആയിരിക്കും. 1 മാർക്കിന്റെ -a to a യുടെ ഏത് ചോദ്യം വന്നാലും ഉത്തരം 0 ആയിരിക്കും. കണ്ണു മൂട്ടിയിരിക്കും. ഇവരെയാണ് ചോദിക്കാറ്. കാരണം -a to a ഓഡ് ആ കാണുന്ന പ്രോപ്പർട്ടി, അതായത് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റഗ്രൽ വാല്യൂ 0, അത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. ഹയർ മാർക്ക് ആണെങ്കിൽ 0 ആയിരിക്കില്ല കേട്ടോ. സോ നമ്മൾ ആദ്യം തന്നെ ഇത് എഫ് ഓഫ് എക്സ് പറയുന്നത് -a to a കണ്ട പാടെ തന്നെ നമ്മളത് ഓഡ് ആണോ ഈവൺ ആണോ നോക്കണം കേട്ടോ. സോ സൈൻ റേസ് ടു എക്സ് എഫ് ഓഫ് മൈനസ് എക്സ്, എക്സിന് പകരം -x കേട്ടോ. അതിന് മുമ്പ് ഞാൻ എഴുതി ഇത് സൈൻ എക്സ് റേസ് ടു 7 ആണ് കേട്ടോ. സോ സൈൻ എക്സിന് പകരം -x റേസ് ടു 7 ഇറ്റ് ഇസ് സെയിം ആസ് സൈൻ ഓഫ് -x, അത് -sin x ആണ്. -sin x റേസ് ടു 7. ഇത് ഓഡ് പവർ ആണ്, അതുകൊണ്ട് എന്താണ് നെഗറ്റീവ് നേരെ പുറത്തെഴുതും. ഈവൻ ആണെങ്കിൽ നെഗറ്റീവ് കൂട്ടോ. -sin x റേസ് ടു 7
നമുക്കറിയാം ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഇവനാണ് എഫ് ഓഫ് എക്സ്, ഇത് എവിടെയുണ്ട്. സോ മൈനസ് ഇട്ടു എഫ് ഓഫ് എക്സ് എഴുതി, വിച്ച് മീൻസ് എഫ് ഓഫ് മൈനസ് എക്സ് ആരാണ്? അത് മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇന്റഗ്രൽ മൈനസ് എ ടു എ എന്ന് പറയുന്നത് 0 ആണ്. നേരെ പറയാൻ പറ്റി, ദി ആൻസർ ഇസ് 0. ബിക്കോസ് ഇവനൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഇതാണ് മക്കൾ നിങ്ങൾ എല്ലാവരും തന്നെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ചോദ്യം പറയുന്നത്. സോ തൽക്കാലം അതിൻ്റെ പേരുന്നു. നമുക്ക് ഇനിയും ഇതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനറ്റ് ഇന്റഗ്രൽസിലെ മറ്റു ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു പ്രോപ്പർട്ടിയും കൂടി എല്ലാവരും നോട്ട് ചെയ്യാം. മേക്ക് എ നോട്ട് ഓൺ ദിസ് പ്രോപ്പർട്ടി ഇന്റഗ്രൽ 0 to 2a f of x dx എന്ന് പറയുന്നത് ട്വൈസ് ഇന്റഗ്രൽ 0 to a f of x dx ആയിരിക്കും ഇഫ് f of 2a minus x equal to f of x and 0 ആയിരിക്കും if f of 2a minus x equal to minus f of x എന്നെല്ലാവരും ഓർത്തിരിക്കുക. ഇത് ഓർത്തിരുന്നാൽ മാത്രമായി നമുക്ക് എന്താണ് ഇത് വെച്ച് ഒരു പ്രോബ്ലം മാത്രമാണ് പഠിക്കേണ്ട ആവശ്യമുള്ളത്. ഇന്റഗ്രൽ 0 to π/2 log sin x dx ഒറ്റ ക്വസ്റ്റ്യനുള്ളൂ കേട്ടോ ഇൻസെറ്റ് ബുക്കിനകത്ത്. അപ്പോൾ ആ കാണുന്ന ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് എന്താണ് പിന്നീട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഗൈസ്, സൈനിങ് ഓഫ് അഫ്നാസ് എക്കെ. താങ്ക് യു എല്ലാവരുടെ അഭിപ്രായം ഈ കാണുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തുക. ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.